ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നൈറ്റി മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അജ്രക്കിൻ്റെ മോഡലാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് വീണ്ടും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സ്റ്റോക്ക് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചിട്ട് ഓരോ പ്രാവശ്യവും കൊണ്ടുവരുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ളതാണ് കൊണ്ടുവരുന്നത്. കാരണം പലർക്കും പല ഡിസൈനാണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് 3 കളറാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 169 ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസ് 179 ആയിരിക്കും. ബ്ലാക്കിൽ റെഡ് വരുന്നതാണ്, മെറൂണിൽ ബ്ലാക്കും റെഡിൽ ബ്ലാക്കും ആണ് വരുന്നത്. അങ്ങനെ 3 കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്, കണ്ടില്ലേ ഇതേപോലെ. അപ്പോൾ ഇത് വേണ്ടവർ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ആദ്യത്തെ 1-2 ദിവസം സ്ക്രീൻഷോട്ട് എടുക്കാം. പിന്നീടുള്ള ദിവസം അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും, അതാണ് കുഴപ്പം. അപ്പോൾ അത് കാറ്റലോഗിൽ നിന്നാണെങ്കിൽ നമുക്ക് ഉണ്ടോ ഇല്ലെന്നുള്ളത് നോക്കാം. അടുത്ത് വരുന്നത് ശിവാനിയുടെ ആണ്. ഇതുപോലെ ഫസ്റ്റ് മെറൂണ്, പിന്നെ മെഹന്തി വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, മജന്ത, നേവി ബ്ലൂ, 5 കളർ ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് 139ഉം റീറ്റെയിൽ പ്രൈസ് വരുന്നത് 149ഉം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ തുണിയെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാനും വാങ്ങുമ്പോൾ അത് യൂസ്ഫുൾ ആകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഓരോന്നും പറയുന്നത്. തുണിക്ക് നല്ല കട്ടി കുറവായിരിക്കും ശിവാനിയുടെ. അത് കാരണം വില കുറവായതുകൊണ്ട് തന്നെ നമുക്കത് പറയാതെ തന്നെ അറിയാം. വില കുറയുന്നതനുസരിച്ച് തുണിയുടെ കട്ടിക്കും കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തയ്ച്ച് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ഇത് വാങ്ങിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ല സെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽ എടുത്ത് തന്നെ സെയിൽ ചെയ്യാം. അതല്ല ചെറുതായിട്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് തയ്ക്കുകയും കുറച്ച് ഫ്രണ്ട്സിന് തയ്ച്ച് കൊടുക്കുകയും തയ്ച്ച് പഠിക്കുകയും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. കാരണം ഇത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. കട്ടി കുറഞ്ഞ തുണിയായിട്ട് തന്നെ കുറേ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കീറിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി, അതായത് 159 മുകളിലേക്കുള്ളത് എല്ലാം നല്ലതാണ്. കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. ഇത് ഞാൻ പറയുന്നത് ഓരോരുത്തർ വാങ്ങുമ്പോൾ പിന്നീട് അതിനൊരു അഭിപ്രായം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അത് പറയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല സെയിലുള്ളവർ നല്ല തുണി വാങ്ങുക. ആദ്യം ബിഗിനേഴ്സ് ആണെങ്കിൽ ചെറിയൊരു തുകയ്ക്ക് വിൽക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങുന്നത് നല്ലതായിരിക്കും. മോശം തുണിയൊന്നും അല്ല, പക്ഷേ സ്ഥിരം അലക്കി കഴിയുമ്പോൾ ഇപ്പോൾ മെഷീനിട്ട് അലക്കുന്നവരാണെങ്കിൽ ഒരുപാട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോകും. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, മെഷീൻ വാഷ് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കിതുവരെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ തുണിക്ക് ഇത്തിരി കട്ടി കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ തുണിയെക്കുറിച്ചും ഞാൻ പറയുന്നതായിരിക്കും. അതെല്ലാം കേട്ടിട്ട് വേണം നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് വാങ്ങാനായിട്ട്. ചാടി കയറി വാങ്ങിച്ചിട്ട് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു എന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ തുണിയെക്കുറിച്ചും നമ്മൾ പറയുന്നത്. പിന്നെ കളർ പോകുമെന്ന് ചോദിച്ചാൽ കളർ പോകത്തില്ല. എല്ലാം നല്ല മെറ്റീരിയൽസാണ്, കളറൊന്നും പോകുന്നതല്ല. കളർ പോകുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. നമുക്ക് 1 രൂപ പോലും ആവശ്യമില്ലാതെ ഞാൻ വാങ്ങാറില്ല. അഥവാ എനിക്ക് പോസ്റ്റൽ ചാർജ് നിങ്ങൾക്ക് പറയുന്നതിൽ നിന്നും കുറവാണെങ്കിൽ ഞാനത് തിരിച്ചിട്ട് തന്നിട്ടേ ഉള്ളൂ. അത് മിക്കവർക്കും അറിയാം. ഒരിക്കലും 1 രൂപ പോലും ഞാൻ കൂട്ടിയെടുക്കാറില്ല. അപ്പം ഓരോ മെറ്റീരിയലും പറയുന്നത് കേൾക്കുക. അടുത്തത് കോട്ടൻ്റെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണിത് കേട്ടോ. ഒരുപാട് കട്ടി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ എടുക്കാം. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത്. 159 പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ബ്ലാക്ക്, ബ്രൗണ്, വൈന്, പിന്നെ മെഹന്തി, പിന്നെ ഒരു മണൽ കളർ പോലെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. നമുക്കിത് അധികം വീട്ടിൽ യൂസ് ചെയ്താലും പെട്ടെന്ന് മോശമാകാത്ത ഡിസൈൻസാണ് വരുന്നത്. വൈറ്റും അതുപോലൊന്നും അല്ല, നല്ല പുള്ളികളുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, പെട്ടെന്ന് തന്നെ ചീത്തയാകുകയില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അടുത്ത് വരുന്നത് ഇതേപോലത്തെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണിത് കേട്ടോ. ഒരുപാട് അങ്ങ് തളർന്ന് കിടക്കുന്ന പോലത്തെ അല്ല. ടോപ്പ് തയ്ക്കാനൊക്കെ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ തയ്ക്കണമെന്ന് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാവുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസും വരുന്നത് 159 അപ്പോൾ ഇതിൻ്റെ ഓരോന്നും കളർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒനിയൻ പിങ്ക്, പിന്നെ നേവി ബ്ലൂ, മസ്റ്റാർഡ് യെല്ലോ, മജന്ത, ഇത് വരുന്ന ഒലീവ് ഗ്രീനാണ്. പിന്നെ ഒരു ചന്ദന കളറും കുറച്ചുകൂടെ ഡാർക്കറായിട്ടുള്ളൊരു കളറാണ്. പിന്നെ മെറൂണ്, ബ്ലാക്ക്, ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ഇത് കളേഴ്സ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ബ്ലാക്ക്, പിന്നെ ചന്ദന കളർ, ബിസ്ക്കറ്റ് കളറോട് ചേർന്നത് മെറൂണ്, പിന്നീട് വരുന്ന ഒലീവ് ഗ്രീൻ. ഒലീവ് ഗ്രീൻ ഒത്തിരി ബ്രൈറ്റ് അല്ല, പക്ഷേ നല്ല കളറാണ്, ചിലർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. പിന്നെ മജന്ത വരുന്നുണ്ട്, മസ്റ്റാർഡ് യെല്ലോ, നേവി ബ്ലൂ, പിന്നെ ഒനിയൻ പിങ്ക്. അങ്ങനെ
കളറാണ് വരുന്നത്. അടുത്ത ഇനി മുതൽ നമ്മൾ കാണിക്കുന്നത് 320 പീസാണ്. അതിൻ്റെ നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന 172 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഹോൾസെയിൽ പ്രൈസ്. റീറ്റെയിൽ വരുന്നത് 182 ആയിരിക്കും. അപ്പോൾ മിനിമം 2 പീസ് മുതലാണ് എടുക്കേണ്ടത്. 10 പീസ് എടുക്കുമ്പോഴാണ് 10ഉം അതിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിന് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ 5 കളറാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ ഏത് ക്യാമറ യൂസ് ചെയ്താലും ഇത്തിരി കളർ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി കൂടിയ ക്യാമറ ഉപയോഗിച്ചാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല, കളറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കളറിൽ പിന്നെ ഒത്തിരി മോശമെന്ന് പറയാനായിട്ട് ഒന്നുമില്ല, ഒരു മെറ്റീരിയൽ പോലും ഇല്ല. തീരെ ഇങ്ങനെ കൂറ അടിച്ചിരിക്കുന്ന പോലത്തെ ചില കളേഴ്സില്ലേ, നമുക്ക് എടുക്കുമ്പോൾ വീഡിയോയിൽ നല്ല ഭംഗി തോന്നും, കൈ കിട്ടുമ്പോൾ അയ്യേ തീരെ മോശമാണല്ലോ എന്നൊന്നും ആരും പറയത്തില്ല. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഞാൻ നോക്കിയെടുക്കാറുള്ളത്. അടുത്ത വരുന്നത് മംഗളത്തിൻ്റെയാണ്. മംഗളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുകൂടാതെ തന്നെ കളേഴ്സ് നല്ല ബ്രൈറ്റ് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരും നോക്കിപ്പോവും, അത്ര നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ മംഗളം റേറ്റ് വരുന്നത് 174. വലിയ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു പ്രൈസിന് ഒരുപാട് നഷ്ടം വരത്തില്ല നമുക്ക്, കാരണം ആർക്കും ഇഷ്ടപ്പെടും ഇത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് 10 കളർ ഷെയ്ഡാണ് ഇതിനകത്ത് വരുന്നത്. നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം, ഒന്നും ഇങ്ങനെ ഡള്ളായിട്ടിരിക്കത്തില്ല കണ്ടോ, എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും കളർ ഞാൻ എഴുതി കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതും മംഗളം ഗോൾഡിൻ്റെ തന്നെയാണ്. ഇതും നല്ല ബ്രൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. മജന്തയുണ്ട്, പിന്നെ നേവി ബ്ലൂ, ബ്രൗണ്, ഗ്രീന്, മെറൂണ്, പിന്നെ വരുന്നത് അതെനിക്കൊരു ചിലതൊക്കെ എടുക്കുമ്പോൾ ഒരു ഡൗട്ട് വരും കേട്ടോ, ഒരേപോലെയൊക്കെ ഏകദേശം സാമ്യം ഉണ്ടാവും. ബ്രൗൺ വരുന്നുണ്ട്, പിന്നെ ബ്ലൂ വരുന്നുണ്ട്, ഇത് ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ മെഹന്തി കളർ വരുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. അതേസമയം ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിട്ട് വയ്ക്കുമ്പോഴും അടുക്കി വയ്ക്കുമ്പോഴും ഏകദേശം കളർ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാറയ്ക്ക പഴത്തിൻ്റെ കളറ് അങ്ങനെ ഒക്കെ കളർ വരുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഒനിയൻ പിങ്ക് ആണ് ഫസ്റ്റ്, പിന്നെ നേവി ബ്ലൂ വരുന്നുണ്ട്, ഇഷ്ടിക കളർ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വ്യത്യസ്ത കളേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇഷ്ടിക കളറും റെഡും ഒക്കെ ഒരുപോലെയാണ് ഏകദേശം തോന്നുന്നത് കേട്ടോ. അപ്പോൾ കളറ് മനസ്സിലാകാത്തത് ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ അതിനകത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുവാണെങ്കിൽ നല്ലതാണ്. ചിലപ്പോൾ ഇത് ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എല്ലാം ഒരേപോലെ തന്നെയാണ് തോന്നിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. എല്ലാം വ്യത്യസ്ത കളറാണ് ക്യാമറയിൽ, പക്ഷേ ഒരുപോലെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മളിന്ന് എടുത്തത്. ഇഷ്ടമുള്ളത് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു ഡേ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാര്യമുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഓരോ കളേഴ്സ് മിസ്സിങ് ആവും, ഇങ്ങനെ സെയിലായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഫോട്ടോ എല്ലാം അയച്ചു കഴിയുമ്പോൾ അതെടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഏതൊക്കെ വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് മെസ്സേജ് ഇടണം ഫസ്റ്റ് അയക്കുമ്പോൾ തന്നെ. കാരണം ചിലർ ആദ്യം കാർട്ടിൽ നിന്ന് ഇതിടും, പിന്നീട് സ്ക്രീൻഷോട്ട് ഇടും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല ഏതാണ് നമ്മൾ ടോട്ടൽ പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഇടൂ എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ വിടും, അടുത്ത മെസ്സേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടാൻ വൈകും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഫോട്ടോ ഇടുക. അപ്പോൾ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.